ഇപ്പോൾ കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ള മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പക്ഷേ അദ്ദേഹം പലവരും പറഞ്ഞിട്ടുണ്ട് മന്ത്രിസ്ഥാനത്തിലൂടെ MLA സ്ഥാനവും രാജിവെക്കുമെന്ന്. ഗണേഷ് കുമാറിനെ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളാരും അത് വിശ്വസിച്ചില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം പോലും രാജിവെക്കില്ല. എന്നാൽ പഴയ നിലയിൽ ഇനിയും പാർട്ടിയോട് പൊരുതാനാണ് ശ്രമമെങ്കിലും പുള്ളിയുടെ ചില പേഴ്സണൽ സ്റ്റാഫേ ഉള്ളല്ലോ കൂടെ, പേഴ്സണൽ സ്റ്റാഫ് പറയുന്ന പോലെ പുതിയ നിലപാടുകൾ സ്വീകരിച്ച് സ്വയം MLA സ്ഥാനം നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമേ എനിക്ക് കരുതുള്ളൂ. അല്ലെങ്കിൽ ഈ 5 കൊല്ലവും ഈ കാലാവധി മുഴുവൻ MLA ആയി തുടരുന്നതിൽ പാർട്ടിക്ക് യാതൊരു വിരോധമില്ല. അയാളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് ഗണേഷ് കുമാർ വെറും 5 രൂപ മെമ്പറാണ് ഇപ്പോൾ പാർട്ടിയിൽ. ഞാൻ ഈ ഭരണഘടന വായിച്ചു കേൾപ്പിക്കാം. ഇതാണ് ഞങ്ങളുടെ അംഗീകരിക്കപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കപ്പെട്ട ഭരണഘടന. അതിലെ 8ാം പാരായിലെ മതിയായ കാരണം കൂടാതെ തുടർച്ചയായി 3 പ്രാവശ്യം കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തവരുടെ കമ്മിറ്റി അംഗത്വം നഷ്ടപ്പെടുന്നതാണ്. 2 കൊല്ലമായി 30 പ്രാവശ്യമല്ല പങ്കെടുക്കാത്തത്. അതിന് ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട്, അതിന് കാലാവധി പറഞ്ഞു. അതും ഈ ഭരണഘടനയിൽ തന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റി കൂടി ഈ അംഗത്വം മാപ്പ് കൊടുക്കാനും മാപ്പ് അപേക്ഷിക്കുന്നവറ്റം മാപ്പ് കൊടുക്കാനും അത് അംഗീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ചെയർമാനല്ല ആര് വിചാരിച്ചാലും ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച് തിരിച്ച് ഒരു സ്ഥാനവും ഒരു കമ്മിറ്റി മെമ്പർ സ്ഥാനവും ഇല്ലാത്തില്ല. അപ്പോൾ ഗണേഷ് കുമാർ കമ്മിറ്റിയിൽ അംഗത്വം പോലും ഇല്ലാത്തയാളാണ് എന്നാണ് ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലുള്ള ഭരണഘടന അനുസരിച്ചുള്ള പൊസിഷൻ. 5 രൂപ മെമ്പറാണ്. അത് പുറത്താക്കാത്തിടത്തോളം കാലം 5 രൂപ മെമ്പർ. ഇത് പറയാൻ കാരണം അദ്ദേഹം സമനില തെറ്റി നിൽക്കുക. ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞു. അതിനൊക്കെ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, അതിൻ്റെ നിബന്ധനകളുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗീകൃത പാർട്ടികളുടെ 664 എന്ന് പറയുന്ന നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷൻ എൻ്റെ കൈവശമുണ്ട്. 664 അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ പാർട്ടികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ് ബി. അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആണ്ടുതോറും ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്തതിൻ്റെ കണക്കുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓഫീസ് ബെയറേഴ്സിൻ്റെ പേര് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് ഡൽഹിക്ക് അന്ന് തന്നെ അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നത് സമനില തെറ്റിയതുകൊണ്ട്. നാളെ കോൺഗ്രസിൽ നിന്ന് പോയ രാമേന്ദ്രൻ മാസ്റ്ററോ മറ്റോ അദ്ദേഹത്തെ ഞാനാണ് കോൺഗ്രസ് എന്ന് പറയുന്നതിനുള്ള തുല്യമായിട്ടുള്ള കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് തരാം, ആർക്ക് വേണമെങ്കിലും തരാം. ഞാനാണ് പാർട്ടി എന്ന് പറഞ്ഞ് പോയാൽ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുമെന്നുള്ളത് 3 തരമാണ്. അതായത് ഗീവിങ് അപ്പ് ദി മെമ്പർഷിപ്പ് ഓഫ് ദി പാർട്ടി എന്നാണ് കൂറുമാറ്റ നിരോധന ചട്ടങ്ങളിലെ ആദ്യത്തെ 1 എന്നുള്ള വ്യവസ്ഥ. വോളണ്ടിയർലി ഗീവിങ് അപ്പ് ദി മെമ്പർഷിപ്പ് ഓഫ് ദി പാർട്ടി. വേറൊരു പാർട്ടി പോയി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് പോയല്ലോ. അങ്ങനെ വന്നാൽ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ പാർട്ടി ചെയർമാൻ മത്സരിക്കുകയോ ഈ നിയമസഭയിലേക്ക് വരാൻ ശ്രമിക്കുകയോ മന്ത്രിസഭയിൽ അംഗമാകാൻ ശ്രമിക്കുകയോ ചെയ്യുകയില്ലെന്ന് പല ആവർത്തി പറഞ്ഞിട്ടും ദയവായും മീഡിയയും മറ്റുള്ളവരും എന്നെ അപമാനിക്കാൻ ഇപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ള ഖേദം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുക. ഞാൻ പലവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മുന്നണിയിൽ വരാനില്ല, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ വരാൻ ഞാനില്ല എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും ഇത് ആവർത്തിക്കുക, മീഡിയ ആഘോഷിക്കുകയാണ് ഇത് പറഞ്ഞ്. ഇന്നലെ ചില പത്രങ്ങളൊക്കെ
ഈ പത്തനാപുരം താലൂക്ക് ഞാൻ ജനിച്ചു വളർന്ന താലൂക്കാണ്. ഞാൻ കൊട്ടാരക്കര താമസിക്കുന്നെങ്കിലും പത്തനാപുരം താലൂക്കുകാരനാണ് ഞാൻ. 56 കൊല്ലമായി അവിടുത്തെ വിവിധ സംഘടനകളുടെ പ്രസിഡൻ്റാണ്. NSS യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഞങ്ങളവിടെ ക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട്. NSS യൂണിയൻ തന്നെ മഹാക്ഷേത്രങ്ങൾ നടത്തുന്നുണ്ട് അവിടെ. അവിടുത്തെ 2 NSS കരയോഗങ്ങൾ എൻ്റെ ജന്മദിനം പ്രമാണിച്ച്, ജന്മദിനമല്ലല്ലോ, ജന്മനാൾ പ്രമാണിച്ച് അവരെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ ശർക്കര തുലാഭാരമാണ്. അത് പത്തനാപുരത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ പത്തനാപുരത്താണ് ആദ്യം MLA ആയത്. ഞാൻ പത്തനാപുരം താലൂക്കിലെ NSS യൂണിയൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ സമുദായമായ നായർ സമുദായത്തിൻ്റെ പത്തനാപുരം താലൂക്കിലെ പ്രസിഡൻ്റാണ്. 56 കൊല്ലമായി. 21 വയസ്സിൽ തുടങ്ങിയ, 21-22 വയസ്സിൽ. ഇപ്പോഴും ഞാനാണ്. ഒരു എതിർപ്പുണ്ടായിട്ടില്ല ഇതുവരെ. കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ സംഘടിതമായ താലൂക്കാണ് പത്തനാപുരം താലൂക്ക്. സമ്പന്നതയുടെ ഉച്ചകോടിയിലാണുള്ളത്. വരുമാനം കോടിക്കണക്കിനാണ് ഒരു വർഷം. അങ്ങനെയുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെയുള്ള ഒരു യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. ഞാൻ പത്തനാപുരത്ത് പോകുന്ന ഇലക്ഷനാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും പത്തനാപുരം പൊന്നൂരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നിങ്ങനെ പത്രങ്ങൾ എഴുതി വിടുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഞാൻ സ്ഥാനാർത്ഥിയല്ല. സ്ഥാനാർത്ഥിയൊക്കെ അവിടെ കണ്ടുവച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ. അത് ഞാൻ സ്വാഭാവികമല്ലേ. അപ്പോൾ ആ സംശയം അങ്ങ് മാറണം. ഇത് R. ബാലകൃഷ്ണപിള്ളയാണ് പറയുന്നത്. ചുമ്മാ ആരുമല്ല, ഒരു വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വാക്ക് പറഞ്ഞാൽ മാറാത്ത, കള്ളം പറയാത്ത, കള്ളം ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത അച്യുതാനന്ദൻ പോലും ഞാൻ കള്ളം കാണിച്ചെന്നോ വൈക്കൂലി വാങ്ങിച്ചെന്നോ പറഞ്ഞിട്ടില്ല ആയ ഞാനാണ് പറയുന്നത്. ഒരു സംശയരേഷമന്യേ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ ഗണേഷ് കുമാർ പോയാൽ ഞാൻ മത്സരിക്കും. ഈ തെരഞ്ഞെടുപ്പിലായി പറയുന്നത്. മറ്റേത് ഇനി ആരാന്ന് പാർട്ടി തീരുമാനിക്കണോ? അതിപ്പോൾ തീരുമാനിക്കുന്നതല്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിപ്പോഴേ തീരുമാനിക്കാൻ വെക്കുന്നതല്ല. ആരാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഈ മന്ത്രിസഭയുടെ കാലത്തോ ഈ നിയമസഭയുടെ കാലത്തോ ഞാൻ ഒരു കാരണവശാലും മത്സരിക്കില്ല. അവിടെ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി ഞാനാണ്. അത് വേറെ കാര്യം. മത്സരിക്കും. അപ്പോൾ അതിൻ്റെ സംശയം അങ്ങ് മാറി. അതിൻ്റെ ഒരു സന്തോഷം ആളുകൾക്കുണ്ടായിക്കോട്ടെന്ന് വിചാരിച്ചു. ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നു ബാഹ്യ ഇടപെടലുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇപ്പം നടക്കുന്ന ഈ അന്വേഷണത്തിൻ്റെ കൂടെ അതിനെക്കുറിച്ചുകൂടി ഒരു അന്വേഷണം നടത്തണം. യാമിനി തങ്കച്ചിയുടെ കാര്യത്തിൽ ബാഹ്യ ഇടപെടലുണ്ടായി എന്നാണ്. ആ ബാഹ്യ ഇടപെടൽ ഉണ്ടായതിനെക്കുറിച്ചും ഗണേഷ് കുമാർ പറയുന്ന ഗൂഢാലോചനയെക്കുറിച്ചും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബാഹ്യ ഇടപെടലും ഗൂഢാലോചന അവനവൻ ചെന്ന് വീണ കുഴുക്ക. പിന്നെ ഞങ്ങൾ മാറ്റമെന്ന് എഴുതി കൊടുത്തതിൽ ഒരു ഗൂഢാലോചന അത് പാർട്ടിയുടെ തീരുമാനമാണ്. കയ്യിലിരിപ്പോണ്ട് ഇങ്ങനെയൊക്കെ വന്നതാണ്. ഒരു ബാഹ്യ ഇടപെടലുമില്ല. ഏതായാലും ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനാണല്ലോ. എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ അച്ഛൻ അങ്ങേരാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ബയോളജിക്കലായിട്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതാകാൻ ഇടയില്ല. കാരണം എൻ്റെ ഭാര്യയെ എനിക്ക് നല്ല വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയൂടെ ഒരു അന്വേഷണം നടത്തി ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണ്ടേ. ഉത്തരവാദിത്തമുള്ള ആളുകൾ പറയുന്നതല്ലേ ബാഹ്യ ഇടപെടൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചറിയാം. ഗണേഷ് കുമാർ ഭരിച്ച വകുപ്പുകളിൽ ഉമ്മൻചാണ്ടി അഴിച്ചുപണി നടത്തണം. അദ്ദേഹം ഉണ്ടാക്കിയ ബോർഡുകളെ, കോർപ്പറേഷനുകൾ, ഇതൊക്കെ തന്നിഷ്ടപ്രകാരം ഉണ്ടാക്കിയതാണ്. പാർട്ടി അറിഞ്ഞിട്ടില്ല, UDF അറിഞ്ഞിട്ടില്ല. UDFിൽ ഉമ്മൻചാണ്ടിയോടും രമേശിനോടും KM മാണിയോടും കുഞ്ഞാലിക്കുട്ടിയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. തങ്കച്ചനോട് ചോദിച്ചിട്ടുണ്ട്. അവരാരും അറിഞ്ഞിട്ടില്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കമ്മിറ്റികൾ നിയമാനുസൃതം യോഗ്യതയുള്ളവരെ വെച്ച് UDF പുനഃസംഘടിപ്പിക്കണം. മറ്റു കമ്മിറ്റികളൊക്കെ ചെയ്യുന്നവരെ UDF പുനഃസംഘടിപ്പിക്കണം. ഇതിൽ വളരെ അഴിമതികളുള്ള ആളുകളുണ്ട്. സാംസ്കാരിക നിലവാരം തീരെ ഇല്ലാത്തവരുണ്ട്. കേരളത്തിലെ ടെലിഫോണുകളിൽ കൂടി ചിത്രം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ രംഗത്ത് യോഗ്യതയുള്ളവരെ, രാഷ്ട്രീയക്കാർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, രാഷ്ട്രീയക്കാരല്ലാത്തവരെ ആകാം. അതിന് ഇപ്പോൾ പ്രിയൻ ഫിലിം അക്കാദമി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്. ഒരു കുഴപ്പമില്ല. ആ സെലക്ഷൻ എന്നോടും കൂടെ ചോദിച്ചിട്ട് ചെയ്തതാണ്.
നല്ല സെലക്ഷനാണ്. പ്രിയനുണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. സാമാന്യ കാര്യങ്ങളൊക്കെ വിടണം. എന്നാൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ വെച്ചിരിക്കുന്ന ചില ആളുകൾ അഴിമതിയും കഴിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറയാം. കേരള കോൺഗ്രസ് ബി നേതാവ് ആർ ബാലകൃഷ്ണപിള്ള മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഗണേഷ് കുമാറിനോട് MLA സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാരണം MLA സ്ഥാനം സ്വയം കളഞ്ഞു കുടിക്കരുത് എന്ന് ബാലകൃഷ്ണപിള്ള പറയുന്നു. കേരള കോൺഗ്രസ് ബിയിൽ ഇപ്പോൾ പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ആളാണ് ഗണേഷ് കുമാർ എന്നും ബാലകൃഷ്ണപിള്ള പറയുന്നു. കൂടാതെ പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ നിയമസഭാ കാലത്ത് താൻ സ്ഥാനാർത്ഥിയാകില്ല, അത് മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്ന വാർത്തയാണ് എന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഗണേഷ് കുമാർ ഭരിച്ച വകുപ്പുകളിലെ കമ്മിറ്റികളെയൊക്കെ UDF പുനഃസംഘടിപ്പിക്കണം. ഗണേഷ് കുമാർ തന്നിഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ഇത് UDF പുനഃസംഘടിപ്പിക്കണം. പാർട്ടി ഇക്കാര്യം പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ബാലകൃഷ്ണപിള്ള പറയുന്നു. ഗണേഷ് കുമാറുമായി യാതൊരു വിധത്തിലുള്ള ഐക്യത്തിനും പാർട്ടി ഉണ്ടാവില്ല. പത്തനാപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരിക്കലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയാകില്ല എന്നും ബാലകൃഷ്ണപിള്ള പറയുന്നു.